നമസ്കാരം. അപ്പോൾ വീണ്ടും ഒരു പൊന്നോണത്തിന്റെ കാലഘട്ടം, അതിന്റെ ഒരു സുഗന്ധം നമ്മളെ തേടി വന്നിരിക്കുകയാണ് അല്ലേ? മലയാളിയുടെ ഹൃദയത്തിൽ, നമ്മ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയിരിക്കുന്ന ഒരു ആഘോഷ കാലഘട്ടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം അല്ലേ? മലയാളിയുടെ ഹൃദയത്തില്, അവന്റെ പ്രണയത്തില്, അവന്റെ വിരഹത്തില്, അവന്റെ സന്തോഷത്തില്, അവന്റെ ദുഃഖത്തില്, അവന്റെ സമൃദ്ധിയില്, അവന്റെ ദാരിദ്ര്യത്തില് എല്ലാം പൊന്നോണം നിറഞ്ഞു നിന്നിരുന്നു. എത്രയോ പ്രണയഗാഥകൾ ഈ പൊന്നോണ കാലഘട്ടത്തില് അരങ്ങേറിയിരിക്കുന്നു. എത്രയോ കവിതകൾ ഈ പൊന്നോണ കാലഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് കവിതകൾ എഴുതിയിരിക്കുന്നു. ദാസേട്ടൻ ഉൾപ്പെടെയുള്ള മഹാ ഗായകന്മാര് അപ്പോൾ എത്രയോ ഓണപ്പാട്ടുകൾ കാസറ്റുകളിലൂടെ റിലീസ് ചെയ്തിരിക്കുന്നു അല്ലെ? അതേപോലെ കലാകാരന്മാരായിട്ടുള്ള ഒട്ടനവധി ആർട്ടിസ്റ്റുകൾ, മിമിക്രി കലാകാരന്മാരെ ഞാനൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ദേ മാവേലി കൊമ്പത്ത് എന്ന ഒരു സീരീസ് ഓഫ് ഇതന്നെ എല്ലാ കൊല്ലവും ഇറങ്ങുമായിരുന്നു. അത് സാമൂഹ്യ വിമർശനമുണ്ട്, ആനുകാലിക സംഭവങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരുപാട് പാരഡി പാട്ടുകളൊക്കെ ആയിട്ട് ഒരുപാട് ചിന്തിപ്പിച്ചിരുന്ന മാവേലിയുടെ ഒരു ഒരു എഴുന്നള്ളിപ്പ് അത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോഴും അതിന്റെ ചുരുക്കം ചില സീരീസുകൾ ഇറങ്ങുന്നുണ്ടെന്ന് കേൾക്കുന്നു. എന്തായാലും വളരെ നല്ല കാര്യമായിരുന്നു അതൊക്കെ. അപ്പോൾ ഈ ഓണം ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, മറ്റ് ആഘോഷ പരിപാടികളെല്ലാം കേവലം 1-2 ദിവസം നീണ്ടു നിൽക്കുമ്പോൾ ഓണം എന്ന് പറയുന്നത് ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഫെസ്റ്റിവലാണ് അല്ലെ? പഴയ കാലത്തൊക്കെ ശരിക്കും പറയുന്നത് കർക്കിടകം മുതൽ ചിങ്ങം അറ്റം വരെ ഉള്ള 28-30 ദിവസം പൂർണ്ണമായിട്ടും ആഘോഷിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പറയണം. ചുരുക്കം ചിലയിടങ്ങളിലും ഇപ്പോഴും ആ ഒരു ട്രഡീഷൻ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ വടക്ക് കോഴിക്കോട് കടത്തനാട് ആഴ്വഞ്ചേരി, ഭൂമേനി ആഴ്വഞ്ചേരി ആ കോവിലകത്തില് അതായത് വർഷത്തിലെ എല്ലാ ദിവസവും പൂക്കളമിട്ട് ആഘോഷിക്കുന്ന ഒരു 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 റിച്വൽ, ഒരു ട്രഡീഷൻ നിലനിൽക്കുന്നുണ്ട് പറയപ്പെടുന്നു. ചിലപ്പോൾ എല്ലാ ദിവസവും ഓണം, എല്ലാ ദിവസവും ആഘോഷമാകട്ടെ ജീവിതം എന്ന ആ ഒരു ആപ്തവാക്യം, ആ ഒരു തീമിനെ ആയിരിക്കാം ഇതിലൂടെയൊക്കെ ഒരു ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ആഘോഷിക്കുന്ന രീതിയിലേക്ക് ആക്കിയത്. എന്തായാലും ഇങ്ങനെ പലതരത്തിലുള്ള ട്രഡീഷൻസ് ഓണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഏറ്റവും വലിയ അടുത്ത പ്രത്യേകത ഇപ്പോ കാർഷിക ഉത്സവമാണ് അല്ലെ? വിളവെടുപ്പ് മഹോത്സവം നടക്കുകയാണ്. അതേപോലെ എല്ലാ രീതിയിലും ഭക്ഷണത്തിന്റെ പല വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ പലയിടങ്ങളിലും ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ സാംസ്കാരികപരമായിട്ട് പല രീതിയിലുള്ള കൾച്ചറൽ ഫെസ്റ്റിവൽസ്, ഇപ്പോ ആറന്മുള വള്ളംകളി, വള്ളസദ്യ, തൃശ്ശൂര് ആ ഭാഗത്താണെങ്കിൽ പുലിക്കളി, ഓണത്തല്ല് അങ്ങനെയുള്ളത്. നിങ്ങൾ വടക്കോട്ട് ചെന്നാൽ ഇതേപോലെ മറ്റ് പലതരത്തിലുള്ള ഓണപ്പൊട്ടൻ എന്നൊക്കെ പറയുന്ന ചില തെയ്യക്കോലങ്ങളൊക്കെ പോകുന്ന രീതികൾ. അങ്ങനെ ഓരോരോ നാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഓണം ആഘോഷിക്കുന്നത്. കേരളത്തിന്റെ ഉള്ളിൽ തന്നെയാണെന്ന് ഓർക്കണം. അതെ, ഭാരതമെന്നും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്ന ആ ഒരു സ്ലോഗൻ, ആ ഒരു ആപ്തവാക്യത്തെ എന്നും നെഞ്ചോട് ചേർത്തിട്ടുള്ള രാഷ്ട്രമാണ്. അതിന്റെ അലയൊലികൾ കേരളത്തിന്റെ ആഘോഷങ്ങളിലും പ്രതിധ്വനിച്ചിട്ടുണ്ട്. ഇപ്പോ പൊതുവെ ഇപ്പൊ എല്ലാവരും 10 ദിവസമാണ് ആഘോഷിക്കുന്നത്. അത്തം മുതൽ ഓണം വരെയുള്ള 10 ദിവസം. അത്തം 10-ന് പൊന്നോണം ഒരു പഴഞ്ചൊല്ലുണ്ട് ഇല്ലേ? അത്തം കറുത്താൽ ഓണം വെളുത്തു. അത് കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ ദുഃഖത്തിനെയും സന്തോഷത്തിനെയും അടിച്ചുപൊളിയും എല്ലാം ഈ ഓണവുമായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. കാണം വിറ്റും ഓണം ഉണ്ണണം. ജീവിതം എങ്ങനെയായാലും ആഘോഷിച്ചു തീർക്കും എന്ന് പറയുന്ന സന്ദേശമാണ്. അതേപോലെ ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന്റെ വീട്ടിൽ കഞ്ഞി എന്ന് പറയുന്ന ദാരിദ്ര്യത്തിന്റെ ആ സങ്കടത്തിന്റെ അലയൊലികൾ കാണിക്കുന്ന ഒരു വരി. ഇതെല്ലാം എത്രയെത്ര കവികൾ ഇതുപോലെ എഴുതിയിട്ടുണ്ട് ഓരോരോ കാലഘട്ടത്തില് ഓണത്തെക്കുറിച്ച്. അതെ, മാവേലി നാട് പണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആ മഹാബലി തമ്പുരാന്റെ സ്മരണകൾ പുതുക്കുന്ന, ആ തമ്പുരാനെ ഒന്ന് വരവേൽക്കുന്ന ഉത്സവത്തിന്റെ ദിനങ്ങളാണ് ഓണമെന്ന് ഐതിഹ്യപ്രകാരം പറയുന്നു. അത് ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആ സംഭവം നടന്നത് തന്നെ പുരാണത്തിൽ തന്നെ പറയുന്നത് നർമ്മദാ നദീ തീരത്താണെന്ന് പറയുന്നു. ആ കാര്യങ്ങളെയൊക്കെ നമുക്ക് വിടാം തൽക്കാലം. ഒരു ആഘോഷത്തിന്റെ ചരിത്രമോ അതിന്റെ ഓരോ കാര്യങ്ങളും ഇഴകേറി പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സന്തോഷത്തിന്റെ അനുഭൂതി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ എല്ലാം ഇങ്ങനെ ഇഴകേറി പരിശോധിച്ചിട്ട് കാര്യമല്ല. ഏതൊക്കെയോ ഒരു ഒഴുക്കിലൂടെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഒഴുകി വന്നിരിക്കുന്നു. അത്
വീണ്ടും നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമാണ്. ഇന്ന് യുദ്ധവും അരക്ഷിതാവസ്ഥയും ദാരിദ്ര്യവും കൊടികുത്തി വാഴുന്ന ലോകത്ത് പ്രതീക്ഷയുടെ നാമ്പുകളായിട്ട് ഓണം പോലെയുള്ള ഇത്ര ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ ഇനിയും ഇനിയും പല സ്ഥലത്തും എല്ലായിടത്തും വിടരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതെ, ഓണത്തിന്റെ ഈ 10 ദിവസങ്ങൾ എങ്ങനെയൊക്കെയാണ്, പ്രത്യേകിച്ച് പൂക്കളത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു സീരീസ് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം അത്തമാണ്. അത്തം, ചിത്തിര, ചോതി തുടങ്ങി മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, പിന്നെയും അങ്ങോട്ട് ചതയം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഇതാണ്. തൃപ്പൂണിത്തുറയില് അത്തച്ചമയം വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഒരു ഉത്സവമാണ്. ഞാൻ കഴിഞ്ഞ 2 കൊല്ലം മരട് തൃപ്പൂണിത്തുറ ഭാഗത്ത് വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് നേരിട്ട് പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള ഒരു പ്രത്യേക അനുഭൂതിയാണ് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ആ ഒരു അത്തച്ചമയ ഘോഷയാത്രയെല്ലാം. തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർ പൂരം പോലെയാണ് തൃപ്പൂണിത്തുറക്കാർക്ക് ഈ ഒരു ദിവസം അത്തച്ചമയം. 10 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ. അതേപോലെ ഭക്ഷണത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കാണാം കായ വറുത്തത്, ശർക്കര വരട്ടി, അതേപോലെ ഓണത്തിനുണ്ടാക്കുന്ന അട, ഇതൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരുപാട് ഓർമ്മകൾ നൽകുന്ന കാലഘട്ടമാണ്. അപ്പൊ ഈ അത്തത്തിന് ഞാനൊക്കെ കണ്ടിട്ടുണ്ട് മുത്തശ്ശിയൊക്കെയുള്ള സമയത്ത് ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ചെയ്തിരുന്നത്. ആദ്യം ചെയ്യുന്നത് മുറ്റം ശരിക്കും അടിച്ച് വാരി ക്ലീൻ ചെയ്ത് നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം ചാണക വെള്ളം വെച്ച് ചിലർ തളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വീട്ടിലൊക്കെ കണ്ടിരിക്കുന്ന മുത്തശ്ശി ശരിക്കും ചാണകം നന്നായിട്ട് മെഴുകി നല്ല രീതിയിൽ അത് ചിലപ്പോൾ നല്ല വിസ്താരത്തിൽ, ചിലപ്പോൾ ചെറുതായിട്ട് മെഴുകിയിട്ടാണ് ആദ്യം അതിന്റെ ഇത് തുടങ്ങുന്നത്. അതിനുശേഷം ഒരു തുളസിപ്പൂ എടുത്തിട്ട് നല്ല നല്ല വലിയ തുളസിപ്പൂ എടുത്തിട്ട് ആ മെഴുകിയിരിക്കുന്ന കറക്റ്റ് നടുക്ക് കൊണ്ട് വെക്കും. ദെൻ അതിനുശേഷം തുമ്പപ്പൂവ്, മുക്കുറ്റി, പിന്നെ തുളസിയുടെ പല വകഭേദങ്ങൾ ആദ്യം വെച്ചിട്ട് അതിനുശേഷം അതിന് ചുറ്റുമാണ് പൂക്കൾ ഇട്ട് തുടങ്ങുന്നത്. ഈ അത്തത്തിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഈ അത്തത്തിന് ഒറ്റ നിരയിലുള്ള പൂക്കളമാണ് ഇത്. അതായത് ഇതിന് ചുറ്റും ഒറ്റ ഇതിലാണ് ഇത്. ഏറ്റവും ചെറിയ പൂക്കളമായിരിക്കാം. തുടങ്ങിയിട്ടില്ല, നമ്മൾ ജനിച്ചു വീഴുമ്പോൾ കുഞ്ഞായിട്ടാണല്ലോ, പിന്നീടാണല്ലോ വലുതായി വരുന്നത്. അതുപോലെ പൂക്കളത്തിനും ഒരു ബാല്യ കൗമാര യൗവന അവസ്ഥകൾ ഉണ്ടെന്ന് വേണേൽ പറയാം. അപ്പോൾ അത്തത്തിന് ഏറ്റവും ചെറുതാണ്. അത്തം ചിത്തിര കഴിഞ്ഞ് ചോതി നാള് തൊട്ടാണ് കുറച്ചും കൂടെ അലങ്കാരങ്ങൾ, പല വ്യത്യസ്തമായിട്ടുള്ള വർണ്ണങ്ങളിലുള്ള പൂക്കൾ നമ്മൾ ഇട്ട് തുടങ്ങുന്നത്. പണ്ടത്തെ കാലത്ത് തൊടിയിൽ തന്നെ വീട്ടിലും പറമ്പിലും അമ്പലപ്പാടത്തും ഒക്കെ ഒരുപാട് പൂക്കളുണ്ടാവും. പൂക്കട്ടയായിട്ട് കുട്ടികളൊക്കെ, ഞാൻ ഉൾപ്പെടെ പോയിട്ടുണ്ട് പലപ്പോഴും ഇത് പൂക്കൾ പറിക്കാനൊക്കെ. ഇന്നിപ്പോ ഒരു വാണിജ്യപരമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഓണം സീസൺ കണ്ടുകൊണ്ട് തന്നെ പൂക്കൾ പുറത്തുനിന്ന് വരികയാണ് ചെയ്യുന്നത്. അത് നല്ല കാര്യം തന്നെ. കാരണം ഒരുപാട് ആൾക്കാർക്ക് അതുവഴിയും ഭക്ഷണവും പണവും കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെ. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ ഗാർഡൻ അല്ലെങ്കിൽ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയും പരിപാലിക്കുക. പ്രകൃതിയിൽ ഈശ്വരനെ കണ്ട നാടാണ് നമ്മുടെ രാഷ്ട്രം, അല്ലെ? അപ്പൊ പ്രകൃതിയുടെ മനോഹാരിത എന്നും കാത്തു സൂക്ഷിക്കുന്നതിൽ പുഷ്പങ്ങൾക്ക് ഒരുപാട് പങ്കുണ്ട്. ആ പൂക്കളെയൊക്കെ നല്ല മനോഹരമായിട്ട് പരിപാലിക്കാൻ പറ്റിയാൽ വളരെ നല്ലത് തന്നെയാണ്. അതേപോലെ തന്നെ വസന്തകാലമായതുകൊണ്ട് ഈ ഹംസധ്വനി രാഗത്തിന്റെ ഒരു പ്രത്യേക മാറ്റുള്ള ഒരു ഭാവം കൂടിയാണ് ഈ ഓണത്തിനുള്ളത്. അപ്പോ എനിക്ക് ഏറ്റവും ഓർമ്മ വന്ന 2 പാട്ടുകളാണ്. മനതാരിൽ എന്നും പൊൻകിനാവും കൊണ്ടുവാ ഹൃദയേശ്വരി മമ ജീവനിൽ പുതുരാഗമായി നീവാ പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ ഏതുരാഗം ശ്രുതി താളം എന്നതോർക്കാതെ ഞാനാ വീണയിൽ പൊന്നിട പാടി നീന്തിടുന്നാരോ ഉത്രാടപ്പൂവിനാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവരിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ
വാ ഉത്രാടപ്പൂനിലാവേ വാ. ഇപ്പൊ ഹംസധ്വനി, കല്യാണി ഈ രാഗങ്ങൾക്കൊക്കെ ഓണവുമായിട്ട് അപ്പോ ഹംസധ്വനി, കല്യാണി ഇങ്ങനെയുള്ള രാഗങ്ങൾക്കൊക്കെ ഓണവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. അതെ, ഒരു വസന്തകാലത്തിന്റെ സ്മരണയാണ്. അത്തത്തിന് പൊതുവെ നമ്മൾ ചെയ്യുന്നത് ഈ ഒറ്റനില പൂവാണ്. പിന്നെ ചിലർ പറയുന്നു ഈ അത്തത്തിന്റെ ഐതിഹ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം മഹാബലി തമ്പുരാനെ, അദ്ദേഹത്തിന്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ അവതാരമാണ് വാമനൻ എന്ന ഭഗവാൻ, അല്ലെ? അപ്പൊ വാമനമൂർത്തി ക്ഷേത്രം തന്നെ നമ്മുടെ തൃക്കാക്കരയിലെ, കാക്കനാട് അടുത്ത് തൃക്കാക്കരയിലുണ്ട്. അവിടുത്തെ ആ മൂർത്തിയെ ആണ് തൃക്കാക്കര അപ്പനായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. ആ തൃക്കാക്കര അപ്പനായിട്ടുള്ള വാമനമൂർത്തിക്കാണ് നമ്മൾ പൂജകൾ ചെയ്യുന്നത്. ആ ഉപാസനാമൂർത്തിയെ, മഹാബലി തമ്പുരാന്റെ ഉപാസനാമൂർത്തിയെ പൂജിക്കുന്നത് കണ്ടുകൊണ്ട് മഹാബലിയെ നമ്മൾ എന്താണ് സ്വാഗതം ചെയ്യാണ് കേരളത്തിലേക്ക് തിരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ച്. അതിന്റെ പുറകെയുള്ള മഹാബലിയുടെ കഥകളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മഹാബലി തമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആനയിക്കുന്നു എന്നൊരു ട്രഡീഷൻ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ പലർക്കും ഇതിനോട് യോജിപ്പും ഒക്കെ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ കോൺട്രവേഴ്സീസ് മാറ്റിവെക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് തൃക്കാക്കരയപ്പൻ. അപ്പോൾ തൃക്കാക്കരയപ്പൻ അതിന് മണ്ണ് കുഴച്ചൊരു പ്രതിമ പോലെ, ഒരു ട്രയാങ്കുലർ ഷേപ്പുള്ള ഒരു പിരമിഡിന്റെ ഒരു കുറച്ച് എക്സ്റ്റെൻഡഡ് വേർഷനാണ് തൃക്കാക്കരയപ്പനായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഡേ അത്തത്തിന് കൂടുതൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓരോ നാട്ടിലും ഇതിന്റെ രീതികൾ വ്യത്യസ്തമായിരിക്കാം കേട്ടോ. അതിന് കുറച്ചും കൂടെ കൺവിൻസിംഗ് ആയിട്ട് എനിക്ക് നോക്കിയപ്പോൾ മനസ്സിലായത്, മഞ്ഞ നിറം അത് വിനായകന്, എല്ലാത്തിനും നമ്മൾ ഗണപതിക്ക് തേങ്ങ ഉടച്ചു തുടങ്ങാന്നുള്ള പറയാം. അപ്പോൾ ഗണപതി ഭഗവാന് കൂടുതൽ സെലിബ്രേഷൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ട്രഡീഷനാണ് ഈ മഞ്ഞ നിറത്തിലുള്ള മുക്കുറ്റി പൂക്കൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തുമ്പപ്പൂവും ഓണവുമായിട്ട് വളരെ ഇതാണ്. എന്തായാലും തുമ്പക്കുടത്തിനും അതേപോലെ പ്രസക്തിയുണ്ട്. അപ്പോൾ ഈ അത്തത്തിന് ആദ്യം എന്ത് ചെയ്യണു, ആദ്യത്തെ ചാണകം മെഴുകി അതെല്ലാം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, തുളസിക്കതിര് വെച്ചു, മുക്കുറ്റി, തുമ്പ ഇത് വെച്ചിട്ട് ചെറിയ ഒറ്റ നിരവിലുള്ള ചെറിയ പൂക്കളാണ് അത്തത്തിന് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ രീതിയിലാണ് നമുക്ക് വരും ദിവസങ്ങളിൽ അതിൻ്റെ പൂക്കൾ എങ്ങനെ ഒരുക്കണം എന്നൊക്കെ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ആൾക്കാർ പറയുന്നതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോ വ്ളോഗ്സിലൂടെ നമുക്ക് കടന്നു പോകാം. വരവേൽക്കാം നമുക്ക് ആ പൊന്നോണത്തിൻ്റെ, മലയാളത്തിൻ്റെ, ആ ഭാഷയുടെ, ആ സംസ്കാരത്തിൻ്റെ എല്ലാം മനോഹാരിതയെ. നീലവാനിന്നു കീഴിലായി അലയാഴിതൻ പീഠഭൂവിലായി, അലയാഴിതൻ തീരഭൂവിലായി, നീലവാനിന്നു കീഴിലായി അലയാഴിതൻ തീരഭൂവിലായി, ജാലകം തുറന്നിടുക, ജാലകം തുറന്നിടുക, മലയാളമാം കാവ്യചാരുതേ, മലയാളം 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 മലയാളം. ചക്രവാളങ്ങൾക്കപ്പുറത്തെഴും ചിത്രവർണ്ണങ്ങളാകവേ, ചക്രവാളങ്ങൾക്കപ്പുറത്തെഴും ചിത്രവർണ്ണങ്ങളാകവേ, ആനയിക്കുമീ ജാലകത്തിലോടായിരം സുസ്വരങ്ങളെ, ആയിരം സുസ്വരങ്ങളെ, ആയിരം സുസ്വരങ്ങളെ. മലയാളിയുടെ വിരഹത്തില്, പ്രണയത്തില്, സന്തോഷത്തില്, സന്താപത്തില്, ആനന്ദത്തില്, ശാന്തിയിലും ഒക്കെ കളിയാടിയിരുന്ന ഈ പുണ്യദിനങ്ങളെ ഇരു കൈകളും ചേർത്ത് ഹൃദയത്തിലില്ല. നാളെ ചിത്തിരയാണ്. അപ്പോൾ ഈ ചിത്തിരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാളെ നമുക്ക് ചേർക്കാം. ഓക്കെ, ജയ് ഗുരു. നീലവാനിന്നു കീഴിലായലയാഴി തൻ തീരഭൂവിലായി, ജാലകം തുറന്നിടുക, മലയാളമാം കാവ്യചാരുതേ, മലയാളമാം കാവ്യചാരുതേ, മലയാളം 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 മലയാളം.
മലയാളം മലയാളം